Hallelujah. Hallelujah. സർവകരങ്ങളും ഉയർത്തി Hallelujah. Wherever you are, could you lift your hands to the Lord and sing hallelujah. 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 മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ ഒന്നിച്ച് രണ്ട് കരങ്ങളും Hallelujah. 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 Yes, Lord. Hallelujah. സൗഖ്യമാക്കുന്ന യേശു, വിടുതൽ നൽകുന്ന യേശു, കണ്ണുനീര് തുടയ്ക്കുന്ന യേശു, ശുഭമായ ഭാവി നൽകുന്ന യേശു, സമൃദ്ധമായ ജീവൻ നൽകുന്ന യേശു, സൃഷ്ടിതാവാം യേശു കർത്താവ്. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. We celebrate your name, Lord. And we sing Hallelujah. Harvest TV-ലൂടെ ഇന്റർനെറ്റിലൂടെയും Praying Kerala എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. We appreciate everyone who is joining us from different parts of the globe. Jesus has always great things in store for us. Let's take everything that God wants us to have in faith. And today is the day God wants us to move in faith. ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസത്താൽ യേശുവിൽ മുൻപോട്ട് കാലുകൾ വയ്ക്കുമ്പോൾ ദൈവം നമുക്കായി കരുതിയ കരുതലുകൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോട് ചേർന്ന ആരാധനയിൽ Jesus. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റിനു. പാസ്റ്ററെ, 100 കണക്കിന് വിടുതലിന്റെ സാക്ഷികളാണ് കഴിഞ്ഞ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് വലിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തുമാത്രം ജീവിതങ്ങളെ യേശു വിടുവിക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം, യേശു ഒരു ജീവിതത്തിലെ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അവർ നിത്യജീവന് ഉടമയായി മാറുന്നു. എത്രയെത്ര ജീവിതങ്ങളെ കർത്താവ് യേശു വിടുവിക്കുന്നത്, അടിമത്തങ്ങളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്, ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കുന്നത് പ്രേയിങ് കേരള കുടുംബത്തിനെ കാണാനിടയായി. ഇതിനെല്ലാം കാരണം ഞങ്ങളോടൊപ്പം താങ്കളും ഒന്നിച്ച് പ്രാർത്ഥനയിലും ശുശ്രൂഷയുടെ വിവിധ ഉത്തരവാദിത്തങ്ങളിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് യാത്ര ചെയ്യാം. തുളസി എന്ന സഹോദരി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, കാലിന് വേദനയായി നിലത്ത് കുത്തുവാൻ പറ്റാത്ത അവസ്ഥയിൽ വ്യാഴാഴ്ചത്തെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പ്രാർത്ഥിച്ചത്, പൂർണ്ണ സൗഖ്യം കൊടുത്തു, കാലിന് പൂർണ്ണ ആരോഗ്യം ലഭിച്ചുവെന്ന് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 25, 26, 27 ദിവസങ്ങളിൽ ലോകത്തിന് അനേക രാജ്യങ്ങളിൽ 10,000 ആളുകൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമായിരുന്നു. എന്തുമാത്രം വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ഇപ്പോഴും കർത്താവ് പകർന്ന വിടുതലുകളുടെ ടെസ്റ്റ് മണീസ് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മഹത്വം
ഞാൻ കർത്താവിന് കൊടുക്കുന്നു. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, അതേ യേശു താങ്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കും. എലിസബത്ത് മാത്യു തിരുവല്ലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, സിസ്റ്റർ ലോയ്ക്ക് ഒരു ആക്സിഡന്റ് ആയിരുന്നപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞത്, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. പൂർണ്ണ സൗഖ്യം യെസ് യേശു നൽകി. ബിന്ദു കുടപ്പനക്കുന്ന് നിന്ന് വിളിച്ചു പറഞ്ഞത്, മകൾ അജിതയ്ക്ക് ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുക. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഹൃദ്രോഗികളെ യേശു സൗഖ്യമാകുന്നു, കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകുന്നു, വൃക്ക രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ യേശു വിടുതൽ നൽകുന്നു, ക്യാൻസറിൽ നിന്ന് യേശു സൗഖ്യമാക്കുന്നു, മാനസിക രോഗികളെ യേശു സൗഖ്യമാക്കുന്നു, പിശാചിനാൽ പിടിക്കപ്പെട്ടവരെ യേശു വിടുവിക്കുന്നു. എത്ര 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 സാക്ഷ്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ യേശു ചെയ്ത വിടുതലുകൾ. തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിശദമായി വിളിച്ചു പറയണം. ദൈവജനം നമ്മോടൊപ്പം ലോകരാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് എപ്പോഴും പ്രചോദനവും വിശ്വാസത്തിൽ വർധനവിനും കാരണമാകും. തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പാസ്റ്റേഴ്സിന് ഗുഡ് മോർണിംഗ്. ഇന്ന് പകൽ ദൈവവചന ധ്യാനത്തിനായി വാക്യങ്ങൾ വായിച്ചാട്ട്. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. നിന്നെ കരഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Book of Isaiah chapter 40 verse 28, 29, 30 and 31. Have you not known, have you not heard, the everlasting God, the Lord, the creator of the ends of the earth, neither faints nor is weary. His understanding is unsearchable. He gives power to the weak, and to those who have no might, he increases strength. Even the youth shall faint and be weary, and the young men shall utterly fall. But those who wait on the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന യേശു ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ മാത്രമല്ല, ജൂലൈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നമ്മൾ നിൽക്കുകയും ചെയ്യുമ്പോൾ ബലമില്ലാത്ത അവസ്ഥകളിലൂടെ പലപ്പോഴും കടന്നു പോകാം. എന്നാൽ ബലം ചോർന്നതിന് പകരം ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ബലം നൽകി ശക്തീകരിക്കുവാൻ യേശു ഉള്ളതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് രണ്ട് കരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പാസ്റ്റർ സിനു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, വീണ്ടും ഒരു പുതിയൊരാഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തന്നെ ദൈവവചനം കൊണ്ട് കർത്താവെ പ്രവേശിക്കുമ്പോൾ വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണം കർത്താവ്. അതിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തണം. ദൈവശക്തി കർത്താവ് വചനത്തിലൂടെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും നന്മയ്ക്കും കാരണമായി തീരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മെ ബലപ്പെടുത്തുന്ന യേശു, Jesus who can strengthen us and he gives power to the weak എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ ബലമില്ലാത്തവർക്ക് ബലം നൽകുന്ന കർത്താവ്. ആ യേശുവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 10 verse 19. ഈ വാക്യം വായിക്കണം, അത് എഴുതി വെക്കണം. മാത്രമല്ല ഇന്ന് തന്നെ കഴിയുമെങ്കിൽ അത് ഹൃദ്യസ്ഥമാക്കണം, മനഃപ്പാഠമാക്കണം. I would encourage everyone to by heard this verse. Luke chapter 10 verse 19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. Behold, I have given you authority to tread upon
serpents and scorpions and over all the power of the enemy, and nothing shall injure harm you. Gospel of Luke chapter 10 verse 19. I would encourage everyone to buy heart it. എല്ലാവരും അത് മനപ്പാഠമാക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. പാസ്റ്റർ, ഈ ജൂലൈ മാസത്തിൽ നമ്മൾ ഇതുവരെ ധാരാളം ഗ്രീക്ക് പദങ്ങൾ, എബ്രായ പദങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും എടുത്ത് പഠിച്ചിട്ടുണ്ട്. അത് മുഴുവൻ 31-ാം തീയതി കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളത് ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്നു DVD-യിൽ. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ വചന പഠനത്തിന് തീർച്ചയായിട്ടും തലമുറകളോളം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ, വചനത്തിൽ നമ്മളുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ന് തന്നെ 7 മണിക്ക് ശേഷം ഓർഡർ ചെയ്യണം. 34 വാക്കുകൾ താങ്കൾക്ക് ലഭിക്കും. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പവർ എന്നതിന് ഡുനാമിസ് എന്ന വാക്ക് പഠിച്ചു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബലം എന്ന വാക്ക്, ശക്തി എന്ന വാക്ക്, ബലം എക്സോസിയ എന്ന പദമാണ്. E for elephant, EXOUSIA, എക്സോസിയ. അതിൻ്റെ അർത്ഥം ശക്തി, the strength, the ability. നേരത്തെ നമ്മൾ സംസാരിച്ചത് പവർ എന്നുള്ള വാക്കാണ്. ഇതല്ല, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഒരു വാക്കാണ്. സാത്താന് ഏദനിൽ മനുഷ്യനിൽ പ്രവേശിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്ന സകല ശക്തിയും ബലവും വാസ്തവത്തിൽ പിശാച് മോഷ്ടിച്ചെടുത്തു. അങ്ങനെയാണ് അവൻ പാപത്തിൽ വീഴുവാൻ ഇടയായി. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ യേശു ചെയ്തത്, സാത്താൻ മനുഷ്യനിൽ നിന്ന് അപഹരിച്ചെടുത്തത് യേശു തിരികെ എടുത്തു. ആൻഡ് സന്തോഷ വാർത്ത, മത്തായി 28-ന്റെ 18, 19, 20, മർക്കോസ് 16-ന്റെ 15, കൊലോസ്യർ 2-ന്റെ 13, 14, 15. ഞാൻ ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 verse 14 and 15, Matthew chapter 28 verse 18, Mark chapter 16 verse 15. ഈ വാക്യങ്ങളിലെല്ലാം യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഏതധികാരം? പിശാച് ആദ്യ മനുഷ്യനായ ആദാമിൽ നിന്ന് തട്ടിയെടുത്ത, അപഹരിച്ചെടുത്ത, മോഷ്ടിച്ചെടുത്ത, അവൻ അറിഞ്ഞില്ല അവൻ അധികാരം പോയത്. അത് യേശു മരണത്തെയും പാതാളത്തെയും സാത്താനെയും ജയിച്ച് കാൽവറി ക്രൂശിൽ ജയഘോഷം കൊണ്ടാടിയിട്ട് യേശു അത് തിരികെ എടുത്തു. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്ക് അവിടുന്ന് അത് ദാനമായി തിരികെ നൽകി. അപ്പൊ ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ അധികാരം തിരികെ നൽകിയതുകൊണ്ട്, അധികാരം മീൻസ് അതോറിറ്റി. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാമോ? 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ ആദാമിനുണ്ടായിരുന്ന ആ അധികാരം അതാ പിശാച് മോഷ്ടിച്ചെടുത്ത് യേശു അത് തിരികെ എടുത്ത് യേശുവിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് അത് ദാനമായി നൽകുമ്പോൾ, ആ വിശ്വസിക്കുന്ന തൻ്റെ മക്കളോട് കർത്താവ് പറയാൻ, നിങ്ങൾക്കിപ്പോൾ ഇതിന് അധികാരമുണ്ടാവും. ഏതിന്? നിങ്ങൾ നേരത്തെ ഭയപ്പെട്ടിരുന്ന സകലതിനെയും മെതിക്കാൻ, ചവിട്ടുവാൻ. യു ഹാവ് ദ അതോറിറ്റി, ദ എക്സോസിയ, to tread upon, to trample upon
everything that had been haunting you for long time. ദീർഘകാലങ്ങളായി നമ്മളെ വെല്ലുവിളിച്ചിരുന്ന, ഭീതിപ്പെടുത്തിയിരുന്ന, അടിമപ്പെടുത്തിയിരുന്ന, നമ്മുടെ നന്മകളെ മോഷ്ടിച്ചിരുന്ന സകലതിനെയും നമുക്ക് ചവിട്ടുവാൻ അധികാരം ഉണ്ട്. ആർക്ക്? അതാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. ചോദ്യം എന്നോട് തന്നെ ഒന്ന് ചോദിച്ചേ, അവരോട് തന്നെ ചോദിച്ചേ, എനിക്ക് അധികാരമുണ്ടോ എന്നൊന്ന് ചോദിച്ചേ. ഇല്ലെങ്കിൽ ഇന്ന് അധികാരത്തിലേക്ക് വരുന്ന വഴി പറഞ്ഞു തരാം. പാസ്റ്റർക്ക് അറിയാമോ അത്? എങ്ങനെയാണ് ഒരുവൻ ഈ അധികാരത്തിലേക്ക് വരുന്നത്? യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവായി സ്വീകരിക്കുക. അതെങ്ങനെയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരാമോ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരങ്ങൾ. ഒരിക്കൽ കൂടെ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി. ഹല്ലേലൂയ. ഒരമ്മയുടെ അപ്പന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് ദൈവമക്കളാകുന്നില്ല, ദൈവ സൃഷ്ടിയാണ്. ബട്ട് യു ഗോട്ട് ടു ഗോ ഹോം. നിനക്ക് വീട്ടിലേക്ക് പോകണം. ആ വീട്ടിലേക്ക് വരേണ്ടതിന് ഇത് നിർബന്ധമാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കണം. അവർക്ക് ദൈവമക്കളാകാൻ കഴിയും. ആ ദൈവമക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുത അവിടെ എഴുതിയിരിക്കുന്നു. ആണിനെന്ന് പെണ്ണിനെന്ന് അവിടെ എഴുതിയിട്ടില്ല. താങ്കൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ലൂക്കോസ് 10:19 താങ്കളിലുണ്ട്. ലൂക്കോസ് 10:19 താങ്കളിലുണ്ട്. ഇപ്പോൾ തന്നെ ആ വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. കമോൺ പാസ്റ്റർ, ഒന്നുകൂടെ വായിക്കുമ്പോൾ ആ ബൈബിളിൽ അതൊന്ന് വായിച്ച് നോക്കിക്കേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. രാത്രിയിൽ ദുർസ്വപ്നങ്ങളുമായി വരുന്ന ഭീതിപ്പെടുത്തുന്ന രൂപങ്ങളുണ്ട്. യേശുവിന്റെ മകനായി മകളായി താങ്കൾ മാറിയെങ്കിൽ ഇപ്പോൾ മുതൽ യേശുവിന്റെ നാമത്തിൽ ആ ശക്തികൾ വിട്ടുമാറാൻ പറഞ്ഞാൽ ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്തേക്ക് അത് പോകും. താങ്കൾ ഭയം കൂടാതെ ജീവിക്കുക. ഏതെല്ലാം നിലയിലുള്ള അടിമത്തങ്ങൾ എത്ര കാലങ്ങളായി താങ്കളെ അടിമപ്പെടുത്തിയിരുന്നെങ്കിലും ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അവ വിട്ടുമാറാൻ പറഞ്ഞാൽ അവ വിട്ടുമാറും. താങ്കളുടെ മേൽ അധികാരമുണ്ട്. യേശുവിൽ വിശ്വസിച്ച ദൈവമക്കൾ ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ബലമില്ലാത്തവർക്ക് ബലം നൽകുകയും ശക്തിയില്ലാത്തവർക്ക് ശക്തിയും അധികാരവും നൽകി ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഈ യേശു എത്ര ശ്രേഷ്ഠൻ. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് ഇനി മേലാൽ താങ്കൾ ഭയത്തിന് അടിമയല്ല. ഇനി മേലാൽ ഇതുവരെ ഉണ്ടായിരുന്ന അടിമത്തങ്ങൾക്ക് താങ്കൾ അടിമയല്ല. യേശുവിൽ വിശ്വസിക്കുക. Believe in Jesus and believe in Jesus. Oh yes. ഈ പകൽ കരങ്ങൾ ഉയർത്തി പറ, യേശുവേ അവിടുന്ന് എന്റെ കർത്താവായി, എന്റെ പിതാവായി, എന്റെ രക്ഷിതാവായി എന്നിലേക്ക് ഇറങ്ങി വരണം. Yes Lord. എല്ലാ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ let's all raise our hands to the Lord and pray, Lord, make me your son, Lord, or make me your daughter. പിതാവേ, അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണമേ. യെസ് ലോർഡ്. എന്നെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട്, എങ്ങോട്ടും ഇറങ്ങാൻ കഴിയാതെ. വിശിഷ്യ ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ആത്മാവെന്ന് പ്രത്യേക ഒരു നിയോഗത്തിലെ ഈ വാക്യവുമായി ഞാൻ നിൽക്കുന്നത്. ഭയം നിമിത്തം, പിശാചിന്റെ ഉപദ്രവങ്ങൾ നിമിത്തം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കണ്ണടയ്ക്കുമ്പോൾ വിരൂപരൂപികൾ മുൻപിൽ വന്ന് നൃത്തം ചെയ്യുന്നത് പോലെ ഉപദ്രവിക്കാൻ വരുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ, അവയെ മാനസിക രോഗമെന്ന് ചിത്രീകരിച്ച് മരുന്നുകൾ വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ പകൽ ആ പൈശാചിക ശക്തിയിൽ നിന്ന് യേശു താങ്കളെ സ്വതന്ത്രനാക്കുന്നു, സ്വതന്ത്രയാക്കുന്നു. ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും
ചവിട്ടുവാൻ അധികാരം തന്ന നസ്രേനാം യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ ജീവിതങ്ങളിൽ നിന്ന് ആ ശക്തികൾ എന്നേക്കുമായി വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഭയത്തോടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം മാറട്ടെ. സമ്പൂർണമായ സൗഖ്യം അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. കുടുംബത്തിലെ തകർച്ചകൾ മാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളിൽ, ജീവിതങ്ങളിൽ യേശുവിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. നന്മ കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രിയമുള്ളവരെ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമല്ലോ. തീർച്ചയായിട്ടും താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. യേശു നമുക്കായി അത്ഭുതങ്ങൾ ചെയ്യും. വിരിച്ചി കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന കുഞ്ഞിന് അലർജിയാണ്. മകൾക്ക് MBBS അഡ്മിഷൻ ലഭിക്കണം. കുടുംബമായി വിശ്വാസത്തിൽ പറഞ്ഞു. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ട്. കർത്താവ് പ്രത്യേക കർത്താവ് MBBS തയ്യാറെടുക്കുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചാട്ട്. ആ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കോഴിക്കോട് നിന്നും ലൈല വിളിച്ചിരിക്കുന്നു. മഞ്ഞപ്പിത്തമായിരുന്നു, ഇപ്പോൾ കരൾ ചുരുങ്ങുന്നു. പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ രോഗം ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പേര് വെളിപ്പെട്ട ഒരു വ്യക്തി വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന്റെ നെഞ്ചിൽ മുഴ, ഭാര്യയ്ക്ക് പരിശുദ്ധാത്മ അഭിഷേകം വേണം, മകൾക്ക് രണ്ടുപേർക്കും ജോലി വേണം. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മുഴ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ശരീരത്ത് വ്യാപരിക്കട്ടെ. കർത്താവെ, ആൻറ്റി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറച്ചാട്ട്. രണ്ട് മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് നീ അവരെ മാനിച്ചാട്ട്. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്നും കുഞ്ഞുഞ്ഞമ്മ ജോൺ വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരി മോളി സിസ്റ്ററിന് ബ്രസ്റ്റിന് ക്യാൻസറാണ്. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ക്യാൻസർ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കാല് തിരുമിയത് മൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ, ഭയങ്കര ക്ഷീണം. 7-ാം തീയതി കെനിയിലേക്ക് പോകേണ്ടതാണ്. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം ആ മകളുടെ മേലെന്ന് വെച്ചാട്ട് സകല അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. 7-ാം തീയതി കർത്താവെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ കടന്നു പോകാൻ അങ്ങ് ഇടയാക്കിയാട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മോൾക്ക് ആസ്ട്രേലിയയിൽ ജോലി ലഭിക്കണം. ആലപ്പുഴയിൽ നിന്നും ബ്രിജിത്ത് എന്നൊരു സഹോദരൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ പ്രിയ മോളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ഒരു നല്ല ജോലി ലഭിക്കാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പത്രത്തിൽ 13-ാമത്തെ പേജിൽ ഈജിപ്റ്റ് മരണം 200. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിൽ സമാധാനം. ഫ്രണ്ട് പേജിൽ 555 വ്യാജ ഏറ്റുമുട്ടലുകൾ എന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു വാർത്തയുണ്ട്. വാർത്ത തുണച്ചു പുഴുവരിച്ച് കിടന്ന ആദിവാസി യുവാവിനെ ആശുപത്രിയിലാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തുനിന്ന് ഇങ്ങനെയുള്ള എല്ലാ കെടുതികളും മാറേണ്ടതിന്. 151 മരുന്നുകളുടെ വില ഇന്നു മുതൽ കുറയുമെന്ന് ഈ പത്രത്തിൽ ഇന്നത്തെ ഒരു വാർത്തയുണ്ട്. രോഗികളായിരുന്നവർക്ക് അതും ഒരു ആശ്വാസവും സഹായമാണ്. എന്നാൽ എല്ലാറ്റിനും പരിഹാരമായി യേശുവിലേക്ക് തന്നെ നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി എല്ലായിടത്തും രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ കരം, യേശുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ കരം യേശുവിൻ്റെ നാമത്തിൽ ലോകരാജ്യങ്ങളിൽ സകലത്തിന്റെ മേലും അവിടുത്തെ നിയന്ത്രണം. Let the governmental order of Jesus come. Let your kingdom come. കർത്താവിൻ രാജ്യം വരട്ടെ. Yes Lord. യേശുവിൻ്റെ നാമത്തിൽ സകലിടത്തും ദൈവിക ക്രമം ഉണ്ടാകട്ടെ. അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവകൃപ, ദൈവിക സാന്നിധ്യം, ദൈവിക നിയന്ത്രണം എല്ലായിടത്തും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്ത് നിന്ന് കുഞ്ഞമ്മ വിളിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടലും കഫക്കെട്ടിനാലും ഭാരപ്പെടുന്നു. കുടുംബ സമാധാനം വേണം. മക്കളിലും മദ്യപാനം മാറണം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം പരിപൂർണമായ സൗഖ്യം ആ പ്രിയ മാതാവിനുമേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. മക്കളെ കർത്താവെ, മദ്യപാനത്തിന് പൂർണ്ണമായും വിടുതൽ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ചങ്ങന്തോട് വിളിച്ചിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം ആ കുടുംബത്തിൽ നിറയട്ടെ. മേൽക്കുമേൽ ഒരു അഭിവൃദ്ധി പ്രാപിക്കട്ടെ.
കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് പാക്കിൽ നിന്ന് തോമസ് എന്ന ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നത്. വയറ്റിൽ വേദന, ചുമ, കഫക്കെട്ടിനാൽ ഭാരപ്പെടുന്നു, അതിൽ ഉറക്കക്കുറവാണ്, ശരീരവേദനയുണ്ട്, ഭയം. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പ്രിയ സഹോദരൻ കടന്നു പോകുന്ന സകല വിഷയത്തിന്മേലോ കർത്താവ് നിന്റെ കരം ഇറങ്ങി അങ്ങ് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിലുള്ള പൂർണ്ണ വിടുതൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥയും സമാധാനം നൽകി കൊടുക്കുമാറാകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സിന്ധു തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന മകനെ +1 അഡ്മിഷൻ ലഭിക്കുന്നു. കർത്താവേ, മകനെ അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സ്കൂളിൽ തന്നെ അവൻ അഡ്മിഷൻ ലഭിക്കട്ടെ. അവന്റെ ഭാവി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് അന്നമ്മ വിളിച്ചിരിക്കുന്നത് മകൾ പ്രഗ്നന്റ് ആണ്, സുഖമായ പ്രസവം വേണം, മകന് ഒരു നല്ലൊരു വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ക്യാൻസർ സ്റ്റേജിൽ അയക്കുമ്പോൾ നിന്റെ കരം കൂടി ഇരുന്നാട്ടെ. ഒക്കെ സമയത്ത് നല്ലൊരു ഡെലിവറി ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ നല്ലൊരു വിവാഹം ഉണ്ടാകണം. കർത്താവ് നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കണം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തങ്കമാവാർന്ന് വിളിച്ചിരിക്കുന്ന ഭർത്താവിന്റെ മദ്യപാനം മാറണം, ജോലി ചെയ്ത വകയിൽ 1.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് ഒരു വിടുതൽ നീ കൊടുത്താട്ട് കർത്താവെ, ആ സാമ്പത്തികമായി കിട്ടാനുള്ള നന്മ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു വിടുകയാണ്. കർത്താവ്, എത്രയും വേദന കർത്താവെ അവരുടെ കരങ്ങൾ ലഭിക്കട്ടെ. ആ കുടുംബം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആ സ്ഥലങ്ങളിൽ എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിന്റെ ആത്മാവിന് അത്യന്ത ശക്തിയാ ലോകരാജ്യങ്ങളിൽ ജനകോടികളെ ദൈവത്തിന്റെ ആത്മാവ് നിറച്ചുകൊണ്ടിരിക്കുമ്പോ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇപ്പോഴും നിറവേറുന്നതിനാൽ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശുവേ അഭിഷിക്തൻ കർത്താവേ ഇപ്പോൾ തന്നെ അവിടെ ഇറങ്ങി ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. യെസ്, അവരുടെ സ്ഥിതി മുഴുവൻ മാറട്ടെ. ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. ജീവിതങ്ങൾ യേശുവിന്റെ ആത്മാവിനാൽ നിറയട്ടെ. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവിനാൽ ഓരോ ജീവിതവും ഇപ്പോൾ നിറയട്ടെ. ആശുപത്രി കിടക്കയിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യെസ് ലോർഡ്. ഭവനങ്ങളിൽ സുഖമില്ലാതിരിക്കുന്നവർ യേശുവിന്റെ ആത്മാവിനാൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജീവിതം വഴിവിട്ട് നിൽക്കുന്ന ജീവിതങ്ങൾക്ക് യേശുവേ അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് അവരെ നേർനിലത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ആത്മാവിനാൽ ഇപ്പോൾ തന്നെ സകലരും നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, കേക്കാം. എന്തോ ആ പേരെന്താ വിളിക്കുന്ന ആളിന്റെ? ആലീസ്. ആ പ്രാർത്ഥിക്കണം. കയ്യിലിപ്പോ കയ്യില് ചെറുതായിട്ടൊരു പഴുപ്പുണ്ട്. ആ, അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അത് മാറാനായിട്ട്. ഓക്കെ. എവിടെ നിന്ന് വിളിക്കുന്നേ? തൃശ്ശൂര് നിന്ന് വിളിക്കുന്നത്. തൃശ്ശൂർ ആലീസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ വന്നത്. ഷുഗറിനാൽ പ്രയാസപ്പെടുന്നു, പഴുപ്പുണ്ട്, കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യം. ഈ സന്ദർഭത്തിൽ ഈ സിസ്റ്റർ ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡയബറ്റീസിൻ്റെ ക്ലേശത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവർ, പ്രമേഹ രോഗത്താൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. താങ്കൾ ആ രോഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് വന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാണ്. സിസ്റ്റർ ആലീസ് ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാണ്. യേശുവിൻ്റെ അത്യത്ഭുതകരമായ സാന്നിധ്യം താങ്കളുടെ ജീവിതത്തിന് മേൽ ഇറങ്ങി വന്ന് താങ്കളുടെ ശരീരത്തെ പൂർണ്ണമായി കർത്താവ് വിടുവിക്കുന്ന താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഞങ്ങൾ ആ മകളുടെ മേൽ, ആ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഈ രോഗികളുടെ മേൽ അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ. യേശു കർത്താവെ, അവിടുന്ന് കൊടുത്ത വിടുതൽ അവർ വേഗത്തിൽ വിളിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ, അവിടുത്തെ എടുത്തു പറയുന്ന നന്മ കൊണ്ട് അവിടുന്ന് അവരെ നിറയ്ക്കും. നിന്റെ ദയനിമിത്തം ഈ ജീവിതങ്ങളെ ഓർത്തവിടുന്ന് വിടുവയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ,
കാട്ടക്കടയിൽ നിന്ന് ഷീബ വിളിച്ചിരിക്കുന്നത് ഹസ്ബൻഡിന് ജോലിയില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, 1 ലക്ഷം രൂപയോളം കടമുണ്ട്, മക്കളുടെ പഠനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവ്, ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഷീബയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രിയ സഹോദരന് അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ഉണ്ടാകട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറട്ടെ. കർത്താവേ, അവരുടെ കടഭാരത്തിൽ നീ അവരെ മോചിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പഠനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയർച്ച ഉണ്ടാകുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. 5 മാസം പ്രായമുള്ള കുഞ്ഞിന് ചുമ, റാന്നിയിൽ നിന്നും സരിത എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കോഴഞ്ചേരി ലിസി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്ന കോയമ്പത്തൂരുള്ള ഒരു ദേവദാസൻ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവന്റെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതികമായി ഉയർച്ച ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. മകൻ നിതിൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നും ഡെന്നിസ് എന്നൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ മകനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ഏബ്രഹാം വിളിച്ചിരിക്കുന്നു. അയൽവാസികളായ സുബിൻ, ദിവ്യ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സുബിൻ ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന ദിവ്യയുടെ യൂട്രസിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ ഇരുവരുടെ മേലും ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ എല്ലാ പ്രയാസവും അവരിൽ നിന്ന് മാറട്ടെ. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ വലിയ അത്ഭുതം കർത്താവേ ആ കുടുംബത്തിന് വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. സഹോദരൻ തോമസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ശരീരം തളർന്നിരിക്കുന്നു. തിരുവല്ലയിൽ നിന്നും അമ്മിണിക്കുട്ടി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയും ബലവും വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദർഭത്തിൽ ഈ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് BEdന്റെ ഇന്റർവ്യൂ നടക്കുന്നു. നന്നായി ക്ലാസ് എടുക്കുവാൻ ദൈവം നൽകേണ്ട പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രീജ തിരുവഞ്ചൂരിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൂസൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഗ്രാൻഡ് മദർ മെറിയം കോശി ഇന്ന് 9:30 ഓപ്പറേഷനാണ്. സമ്പൂർണ്ണമായി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. മൺഡേയിൽ 2 മണിക്ക് ഇന്റർവ്യൂ ഉണ്ട്, അതിനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഉടൻ തന്നെ ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000-കണക്കിന് വിഷയങ്ങൾ. ഈ സന്ദർഭത്തിൽ നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞാട്ടെ. ഇത് കാലിന്റെ അസുഖത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രിയപ്പെട്ട രോഗി സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കാലിലുള്ള ക്ലേശങ്ങൾ മാറേണ്ടതിന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം ആ ജീവിതത്തിന് മേൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ താങ്കളുടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ താങ്കൾക്ക് ലഭ്യമാണല്ലോ. ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അതിന്മേൽ കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. 1000-കണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ ഞങ്ങൾക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ യേശു പ്രിയപ്പെട്ടവർക്ക് സമ്പൂർണ്ണമായ ഉയർച്ചയും വിടുതലും വിജയവും നൽകും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയം കൽപ്പിക്കുന്നു, വിടുതൽ കൽപ്പിക്കുന്നു, സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ദേശത്ത് യേശുവിൻ്റെ നാമനിമിത്തം ഇവർ മാനിക്കപ്പെടട്ടെ. എല്ലാ നിലയിലും അവിടുന്ന് അവരെ ആദരിക്കുക. ദൈവ സാന്നിധ്യത്തിൽ എല്ലായ്പ്പോഴും അവർ നിറച്ച് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കും ബലത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വീണ്ടും വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ലോകരാജ്യങ്ങളിൽ അറിയിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ അവർക്ക് പ്രോത്സാഹനം നൽകുക. യേശു നല്ലവൻ തന്നെ. മനോജ് തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കാടപ്പക്ഷി വളർത്തുന്ന ബിസിനസ്സാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു പൂർണ്ണ സൗഖ്യമാണ്. കർത്താവെ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ കർത്താവെ ദൈവിക ബലത്താൽ നിറച്ചാട്ട് ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട് കർത്താവ് ആ ബിസിനസ്സിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേലൊരു ഉയർച്ച, ഒരു അഭിവൃദ്ധി നീ കൊടുത്താട്ട് സാമ്പത്തിക ഭാരങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പുതുവഴികളെ അങ്ങ് തുറന്നു കൊടുത്താട്ട് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭർത്താവിന് വിസ ശരിയായിട്ടില്ല, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. കൊച്ചിയിൽ നിന്നും ഷീല സാജൻ വിളിച്ചിരിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു.
ശരിയായി കിട്ടട്ടെ. ആ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ജയ പെരുമ്പാവൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു സാജുവിന് മാനസിക പ്രയാസം, കുടുംബ സമാധാനമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കർത്താവ് സാജുവിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനസിക പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സന്തോഷം ആ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോട്ടെ. പക്ഷേ ഒരു പുതുവഴി നീ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠനത്തിൽ ഒരു ഉന്നമനം നീ കൊടുത്താട്ടെ. ഭാവി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിൽ നിന്നും രാജലക്ഷ്മി വിളിച്ചിരിക്കുന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കേൾവിയില്ല, സംസാരിക്കുന്നില്ല. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പൈതലിനെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ആമീൻ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവിക സൗഖ്യം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഷൈനി കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകനും മകൾക്കും ജോലി ലഭിക്കണം. കർത്താവ് ഇരുവരെ അങ്ങയുടെ കരങ്ങളുടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് നീ അവരെ മാനിച്ചാട്ട് ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. മാവേലിക്കരയിൽ നിന്ന് റൂബി വിളിച്ചിരിക്കുന്നു. ഭവനമില്ല, സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. മകനൊരു ദേഷ്യ സ്വഭാവം. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. സ്വന്തമായൊരു ഭവനം അവർക്ക് ലഭിക്കട്ടെ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. കർത്താവേ, മകന്റെ മേൽ ദൈവിക കൃപ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ പാസ്റ്ററെ, എന്റെ ട്രിവാൻഡ്രം ബിദ്രി എന്നാണ് വിളിക്കുന്നത്. എന്റെ മാമന് സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുന്നു. 2-3 ദിവസം കൊണ്ട് വയറുവേദനയായിരുന്നു. ഇപ്പൊ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇപ്പൊ കുടലിന് ചെറിയ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത് സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ. അപ്പൊ പോണ ആഹാരം കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിക്കാതെ പോണം. അപ്പോഴും വയറുവേദന ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും. സിസ്റ്റർ പേരെന്താ? അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പേര് ചന്ദ്രൻ എന്നാണ്. മോന്റെ പേര്? പേര് ചന്ദ്രൻ. തീർച്ചയായിട്ടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായി ആ പ്രിയ സഹോദരന് സൗഖ്യം നൽകും. ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതോടൊപ്പം കുടൽ സംബന്ധമായ രോഗങ്ങൾ, വൈറസ് സംബന്ധമായ രോഗങ്ങൾ, യൂട്രസ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പ്രിയപ്പെട്ടവർ അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽ, ധാരാളം ആശുപത്രികളിൽ ഈ പ്രാർത്ഥന ഇപ്പോൾ തന്നെ രോഗികൾ പങ്കെടുക്കുന്നുണ്ട്. ക്ലേശിക്കുന്ന ഓരോ ജീവിതത്തിനായി യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അങ്ങയുടെ വ്യക്തമായ വിടുതലും സൗഖ്യവും യേശുവിൻ നാമത്തിൽ ഈ പ്രിയ രോഗികളിൽ ഉണ്ടാകട്ടെ. അവർ യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണമായി സൗഖ്യമാകട്ടെ. ആരോഗ്യം, സൗഖ്യം, ദീർഘായുസ് യേശുവിൻ്റെ നാമത്തിൽ അവരിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. യേശു കർത്താവ് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. കുവൈറ്റിൽ നിന്ന് മഞ്ജു വിളിച്ചിരിക്കുന്നത്. കുവൈറ്റ് മിനിസ്ട്രിയുടെ എക്സാം ഉണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഭയങ്കരമായ ടെൻഷനും ഭയത്താലും ഭാരപ്പെടുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ മകൾ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവളുടെ ഉള്ളിലുള്ള എല്ലാ ഭയവും ടെൻഷനും മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം നേരട്ടെ. എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യുവാനും കർത്താവ് അതിൽ പാസ്സാവാനും എനിക്ക് വേണ്ടി ജോലി പ്രവേശിപ്പാനും അവളെ സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. അവൻ ഊരിലെ പന്തളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഡയബറ്റിക്സ് ആണ്, കാല് പൊട്ടുന്നു. കർത്താവെ, മകനാണ് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡയബറ്റിക്സ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, കാല് പൊട്ടുന്ന അവസ്ഥകൾ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സൂസൻ മാരാമണെന്ന് വിളിച്ചിരിക്കുന്നത്. മക്കൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരേണ്ടതിന് പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ സ്നേഹമായി പെരുമാറണം. കർത്താവെ, ഞങ്ങളെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാണ്. ദൈവിക സ്നേഹ കുഞ്ഞുങ്ങളെല്ലാം നിറയപ്പെടുമാറാകട്ടെ. യേശുവിന്റെ മക്കളായി വളരുവാൻ താക്കണം. കർത്താവരെ സഹായിക്കണം. ആത്മീയമായി അവർ ഉയർച്ച പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ലില്ലി ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്ന കൊച്ചുമകൾക്ക് പനിയും ശ്വാസമുട്ടലുമായി ഭാരപ്പെടുന്നു. കർത്താവെ, കൊച്ചുമകൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പനിയും ശ്വാസമുട്ടലും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ. പൂർണ്ണ ആരോഗ്യം അങ്ങ് അയച്ചാട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് മേരി ലൂക്കോസ് വിളിച്ചിരിക്കുന്നത്. BP ഹൈ ആണ്, അതുകൊണ്ട് പല്ലെടുക്കുവാൻ സാധിക്കുന്നില്ല. BP കുറയണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. BP കർത്താവ് അത് നോർമലായി തീരട്ടെ. പരിപൂർണ്ണമായി സൗഖ്യം. പല്ലിന്റെ എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. അത് എടുക്കുവാൻ തക്കണം. ദൈവം അങ്ങ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മേൻ. കലങ്ങവല്ലി തലശ്ശേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. ഭർത്താവ് മാനസാന്തരപ്പെടണം. കർത്താവെ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മാനസാന്തരം നീ കൊടുത്താട്ടെ. അവൻ രക്ഷയിലേക്ക് കടന്നു വരട്ടെ. ആ സുപ്രീം കോടതിയിലുള്ള കേസിന്റെ വിധി അവർക്ക് അനുകൂലമായി മാറട്ടെ. കുടുംബം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Worthy is the
Yes, He's the, oh, worthy is the Lamb. Yes, Lord. Yes, Lord. Hallelujah. You are worthy. You are worthy, Jesus. You are worthy, Lord. Yes, Lord. ഈ പകൽ അധ്വാനത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പോകുന്ന പ്രിയപ്പെട്ടവർ വിശിഷ്യ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. ഈ ആരാധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം താങ്കളുടെ മേൽ ഇറങ്ങുകയാണ്. താങ്കൾ കൈതൊടുന്ന ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ വലിയ വിടുതലും സൗഖ്യവും കർത്താവിൻ്റെ വലിയ അനുഗ്രഹവും താങ്കൾക്കുണ്ടാകും. ഒരു ഡോക്ടറാണെങ്കിൽ ഇന്ന് പരിശോധിക്കുന്ന, ചികിത്സിക്കുന്ന രോഗികൾക്ക് വിശേഷ്യ ദൈവത്തിൻ്റെ സൗഖ്യം താങ്കളുടെ കരങ്ങളിലൂടെ കർത്താവ് പകരും. പഠിക്കുന്ന കുട്ടികൾക്ക് കർത്താവ് ആ മികവിൻ്റെ ആത്മാവിനെ ഈ പകൽ പകരുന്നു. ജോലി സ്ഥലത്ത് ആ മികവിനാൽ ദൈവം നിറയ്ക്കുന്നു. എല്ലായിടത്തും ഒരു കൃത്യത, എല്ലായിടത്തും ഒരു ഓർഡർ. ജീസസ് ഈസ് വർത്തി. യെസ്, Jesus is worthy. Dead on the cross. Jesus is seated on the cross. Yes. കർത്താവേ, ഇന്ന് പകൽ പഠനത്തിനായി, ഇന്റർവ്യൂവിനായി, ജോലികൾക്കായി, ബിസിനസ്സിനായി, കൃഷിക്കായി ഇറങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധ തുറകളിലുള്ള അധ്വാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അത്ഭുതകരമായ നിലയിൽ ഉയർച്ചയും നന്മയും ശ്രേഷ്ഠതയും തേജസ്സിന്റെ മേൽ തേജസ്സും ബലത്തിന്റെ മേൽ ബലവും ഉള്ളതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ അവർ അനുഗ്രഹീതരാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും കർത്താവേ. യേശുവിന്റെ മികവിന്റെ ആത്മാവിനാൽ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കും. ജോലിയിൽ കാര്യക്ഷമത ഉളവാകട്ടെ, കൃത്യത ഉളവാകട്ടെ. ബിസിനസ്സിൽ കാര്യക്ഷമത ഉളവാകട്ടെ, കൃത്യത ഉളവാകട്ടെ. യേശുവിന്റെ അനുഗ്രഹങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. You are worthy, O Lord Jesus. യേശുവിൻ നാമത്തിൽ പിതാവേ. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് Oh, worthy is the Lamb. Worthy is Jesus, you are worthy, Lord. We crown you now with many crowns. You reign victorious. Oh, yes, Lord. Lifted high And lifted up. Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb. കുഞ്ഞാടേ, നീ യോഗ്യൻ. ദൈവപുത്രനെ, നീ യോഗ്യൻ. You are seated on the throne and you are worthy, Lord. Yes, Lord. Worthy is the മകൻ ജിതിൻ തലച്ചോറിൽ ഇൻഫെക്ഷൻ ആയിട്ട് സീരിയസ് സ്റ്റേജിലായിട്ട് ICUലായിരിക്കുന്നു എന്ന് പറഞ്ഞ ടെലഫോൺ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നാളെ മുതൽ ഒരു ദിവസം 50,000 രൂപയുടെ മരുന്ന് തന്നെ വേണമെന്നാണ് ഡോക്ടേഴ്സ് ഈ വിഷയത്തിൽ അവരോട് പറഞ്ഞിരിക്കുന്നത്. 5 പൈസയുടെ ചെലവില്ലാതെ യേശു കർത്താവ് ആ മകനെ സൗഖ്യമാക്കും. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. ആ ജേക്കബിന് വേണ്ടി നമുക്ക് മകൻ ജിതിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രൈം കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ ജിതിൻ്റെ മേൽ ഞങ്ങൾ പൂർണ്ണ സൗഖ്യം,
ഇപ്പോൾ കൽപ്പിക്കുന്നു. ആ തലച്ചോറിലെ അണുബാധ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. അവൻ ദീർഘായുസ്സും ആരോഗ്യമുള്ളവനായി യേശുവെ അവിടുത്തെ നന്മ പ്രസ്താവിക്കുന്നവനായി മാറട്ടെ. ആ കുടുംബത്തെ അവിടുന്ന് ഉദ്ധരിക്കും, വിടുവിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. മലപ്പുറത്തുനിന്ന് ഓസ്റ്റിൻ വിളിച്ചിരിക്കുന്ന മീര എന്നൊരു സഹോദരി നടക്കുവാൻ ബുദ്ധിമുട്ടാണ്. രക്തം ഡയബറ്റിക്കിനായി ഭാരപ്പെടുന്ന നന്ദിനിയുടെ ചേച്ചി ഒരു വശം തളർന്നിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ നടക്കുവാൻ ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്ന ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിനെ പൂർണ്ണ സൗഖ്യം ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നു. രക്തമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദിയുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വിടുതൽ അവരുടെ മേൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്നും ഷീജ വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് കാലിന് വേദനയുണ്ട്, ചെറിയൊരു പൊട്ടലുണ്ട്, ഡയബറ്റീസ് ഉണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ മാതാവിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ വേദന മാറട്ടെ, ദൈവകൃപ, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവില്ല നിന്ന് സ്റ്റെഫി വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് കുവൈറ്റിൽ ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേഹത്തേക്ക് വേണ്ടി പോകാനുള്ള എല്ലാ വഴി വാതിലും അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ഗൗരി വിളിച്ചിരിക്കുന്നു. മകൻ മനോജിന് PhD ചെയ്യാനുള്ള പേപ്പർ 2 ദിവസത്തിനകം ശരിയാകണം. പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ക്രമീകരിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. 20 പേരൊന്ന് ചോഷമ്മ സണ്ണി വിളിച്ചിരിക്കുന്നു. 6 വയസ്സുള്ള ജെൻസൺ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം അവന്റെ മേൽ വെച്ചോട്ടെ. പൂർണ്ണ ആരോഗ്യം, വിടുതൽ നൽകണം. അവൻ ആരോഗ്യമുള്ളവനായി ജീവിപ്പാൻ അങ്ങ് സഹായിച്ചാടെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലം, ചെക്കപ്പിന് പോകുന്നു. കോഴഞ്ചേരിയിൽ നിന്നും റീന വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വാടകയ്ക്ക് വീട് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ബ്രൈക്കേറിൽ അപേക്ഷിച്ചിരുന്നു. നല്ലൊരു വീട് ലഭിച്ചു. മാത്രമല്ല 5 ലക്ഷം രൂപ കടമുണ്ടത് മാറേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആ പ്രിയ സ്റ്റീഫൻ ട്രിവാൻഡ്രത്ത് ആവശ്യപ്പെടും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കടഭാരത്താൽ വിഷമിക്കുന്ന ധാരാളം ആളുകൾ, കോടിക്കണക്കിന് രൂപ കടം, നഷ്ടം, ലഭിക്കാനുള്ളതുണ്ട്, കൊടുക്കാനുള്ളതുണ്ട്. വിവിധ തുറകളിൽ ബാങ്കുകളിൽ അടയ്ക്കേണ്ടതുണ്ട്. ജപ്തിയുടെ മുമ്പിലായിരിക്കുന്നവരുണ്ട്. വീടിന്റെ പണി മുടങ്ങിക്കിടക്കുന്നവരുണ്ട്. ബിസിനസ് മുടങ്ങിയവരുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൽ സകല വിഷയത്തിന് പരിഹാരമുണ്ട്. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പരാധീനതകൾ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സമൃദ്ധി അവരുടെ മേൽ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, മോളി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് അലക്സിന് ഒരു ജോലി ലഭിക്കണം. കർത്താവെ, മലയാള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു ജോലി നീ അവൾക്ക് കൊടുത്താട്ടെ. കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭർത്താവിന് ഹാർട്ടിന് പ്രോബ്ലം, മകന് ജോലി വേണം. കുടുംബത്തിൽ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. മുണ്ടിയപ്പള്ളിയിൽ നിന്നും സൂസൻ എന്നൊരു സഹോദരി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ എല്ലാ രോഗങ്ങളും മാറട്ടെ, മകന് നല്ല ജോലി ലഭിക്കട്ടെ, കുടുംബത്തിൽ സമാധാനം സ്വസ്ഥതയും ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രീത പാലയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന സഹോദരൻ മദ്യപാനി. പ്രീതയുടെയും മകളുടെയും തലമുടി കൊഴിയുന്നു. കർത്താവെ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ നീ കൊടുത്താട്ടെ, ഒരു മാനസാന്തരം കൊടുത്താട്ടെ. പക്ഷേ ഇതുവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ തലമുടി കൊഴിയുന്ന അസുഖം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ. രണ്ടുപേരെയും യേശുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്നും സാമുവൽ വിളിച്ചിരിക്കുന്നു. മകൻ ജോബി 3 മാസമായി ജോലി നഷ്ടപ്പെട്ടു. ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, ജോലി ലഭിക്കണം. പ്രിയ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ പ്രിയ മകന്റെ ജീവിതത്തിൽ നന്മയുടെ വാതിലുകളെ തുറന്നാട്ട് അവിടുന്ന് പ്രവർത്തിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മോളി കുന്നംകുളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ചേച്ചിയുടെ മരുമകന് മദ്യപാനമാണ്. കർത്താവെ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മദ്യപാനത്തിന്റെ ആസക്തി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, എൻ്റെ മകൻ രക്ഷയിലേക്ക് കടന്നു വരട്ടെ, ഒരു ഉയർച്ച നീ അങ്ങ് കൊടുത്താട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു സനിത വിളിച്ചിരിക്കുന്നു. വിവാഹ ജീവിതത്തിൽ കുടുംബത്തിൽ ചില വിഷയത്തിലൂടെ കടന്നു പോകുന്നു. പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിയ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ ആ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിന്റെ എല്ലാ വിഷയങ്ങളും മാറട്ടെ, ദൈവിക ബലവും ശക്തിയും വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വാടകയ്ക്ക് ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെട്ടപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രയാസമായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണമായ സൗഖ്യം നൽകിയെന്ന് ലില്ലി
ട്രിവാൻഡ്രത്തു നിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ജെയിംസ് കൊട്ടാരക്കരയിൽ നിന്ന് നമ്മോട് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് പല വർഷങ്ങൾ ആയിട്ടും മക്കളില്ല, അതോടൊപ്പം അമ്മ സുഖമില്ലാതെ വിഷമിക്കുന്നു. ചേട്ടൻ നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി കർത്താവ് ആ വിഷയങ്ങളുടെ മേൽ മറുപടി നൽകും. താങ്കളുടെ കുടുംബത്തിൽ താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നെങ്കിൽ, പല ചികിത്സകളിലൂടെ പോയിട്ടും ഒരു മറുപടിയും ഇല്ലാതിരിക്കുമ്പോൾ, ഈ പകൽ യേശു ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായി നൽകുന്നു. കുടുംബത്തിനുള്ള അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. താങ്കൾ ആ അനുഗ്രഹമുള്ളവരായി തീരണമെന്ന് ദൈവം ഇഷ്ടപ്പെടുമ്പോൾ, സൃഷ്ടിതാവ് ആഗ്രഹിക്കുമ്പോൾ, രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പിതാവേ, വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഉണ്ടെന്ന് പറഞ്ഞ സകല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ അവിടെ നിന്ന് മാറട്ടെ. അവർ സൗഖ്യമുള്ളവരായി, അനുഗ്രഹീത തലമുറയുള്ളവരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശു ചെയ്ത വിടുതൽ അവർ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. സൗഖ്യമില്ലാത്ത കിടക്കുന്ന മാതാപിതാക്കൾക്കായി വിശേഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സമ്പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ദൈവിക വിടുതൽ ഓരോരുത്തരും വ്യക്തമായി അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ട്രിവാൻഡ്രത്ത് ശ്രീലത വിളിച്ചിരിക്കുന്ന ബ്രദർ വിദ്യാധരൻ വസ്തു സംബന്ധമായ കേസ് അത് അനുകൂലമായിട്ട് പ്രാഥമിക ഭയങ്കരമായ മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിദ്യാധരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കേസ് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ മാനസിക സ്ഥലത്തിലും അടുത്ത ഒരു വിടുതലും കർത്താവ് ആശ്വാസം പറഞ്ഞു കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മേ, ബിന്ദു ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്ന ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടു കർത്താവ് മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ കർത്താവ്, നീ അവളെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിന്ന് സൂസം വിളിച്ചിരിക്കുന്ന മരുമോൻ്റെ ബിസിനസ് കുറവാണ്, ലോണുണ്ട്, കടഭാരമുണ്ട്, അത് മാറണം. മകൻ്റെ ബിസിനസ്സും അനുഗ്രഹിക്കപ്പെടണം. ഹാർട്ട് പ്രോബ്ലം ഉണ്ട്. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ മരുമനമാനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ബിസിനസ്സിൽ ഉയർച്ചയും നന്മയും ഉണ്ടാകുന്ന പ്രാർത്ഥന മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് പരിപൂർണമായ സൗഖ്യം നൽകി കൊടുത്താട്ടെ, വിടുവിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പിന്നെ എറണാകുളത്ത് വിളിച്ചിരിക്കുന്ന ഒരു ജോലി ലഭിക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ്. മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ലൊരു ജോലി കൊടുത്ത് അവളെ മാനിച്ചാട്ട് കർത്താവ്, ആ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ്, ഒരു പുതുവഴി നീ നമുക്ക് തുറന്നു കൊടുത്താട്ടെ. ചെങ്ങന്നൂരിന്ന് കുഞ്ഞുമോൾ വിളിച്ചിരിക്കുന്ന ഇടത് കാലിന് മുട്ടിനകത്ത് ഫ്ലൂയിഡ് മജ്ജയില്ല. മകൻ ചാക്കോയ്ക്ക് ജോലി സ്ഥലത്ത് നിന്ന് 20 ലക്ഷം രൂപ കിട്ടുവാനുണ്ട്. ഹസ്ബൻഡ് ബാബു മുട്ടുവേനാൽ ഭാരപ്പെടുന്നു. കർത്താവ്, ഞങ്ങൾ ആന്റി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെ കാൽ സംബന്ധമായ എല്ലാ രോഗത്തിനും പൂർണ്ണ വിടുതൽ സൗഖ്യം നൽകി കൊടുത്താൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന് ലഭിക്കേണ്ട പണം എത്രയും വേഗം ലഭിക്കട്ടെ. അതിന്മേലുള്ള എല്ലാ തടസ്സവും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കൊച്ചുമോൾ വിളിക്കുന്നു, പരിസിന്റെ രോഗത്താൽ ഭാരപ്പെടുന്നു. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ മകളുടെ മേൽ വെച്ചാട്ട് ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ട് കർത്താവ്, അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. 70 വയസ്സായ അമ്മയ്ക്ക് ഹാർട്ടിന്റെ വാൽവിന് ക്ലേശത്താല് ഭാരപ്പെടുന്നു. റീന തെക്കേമലയിൽ നിന്നാണ് നമ്മോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ധാരാളം മാതാപിതാക്കൾ പലരുടെയും മക്കള് വിദേശ രാജ്യങ്ങളിലോ ഇന്ത്യക്ക് വെളിയിൽ ജോലി സ്ഥലത്ത്, ഇന്ത്യക്ക് പുറത്തും അകത്തുമൊക്കെ ആയിട്ടായിരിക്കുന്നു. മാതാപിതാക്കളെ ശ്രദ്ധിക്കുവാനും നോക്കുവാനും അവരുടെ സാഹചര്യ നിമിത്തം അവർക്ക് കഴിയുന്നില്ല. അവരെ കൊണ്ടാക്കിയ സ്ഥലങ്ങളിൽ നിന്നുള്ളതായ പ്രതികരണങ്ങൾ നല്ലതല്ല. വളരെയധികമായി വിഷമിക്കുന്ന ധാരാളം ആളുകൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ദൈവം മാതാപിതാക്കളെ ബലപ്പെടുത്തും, സൗഖ്യമാക്കും, ദീർഘായുസ്സും ആരോഗ്യവും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർക്കുണ്ടാകുമാറാകട്ടെ. ഈ പ്രിയ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. നമ്മുടെ ഉപവാസ പ്രാർത്ഥന DVD പ്രേക്ഷകർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം യേശു അനേകം പേരെ അവരുടെ വീടുകളിൽ ഇറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വിടുവിച്ചവരെ, രോഗികളെ സൗഖ്യമാക്കി, ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിച്ചു എന്ന അനേകം സാക്ഷികൾ. ഭ്രാന്തായി ചെങ്ങലക്കിട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യമാക്കി, ചെവി അടഞ്ഞവരെ യേശു സൗഖ്യമാക്കി, രോഗക്കിടക്കയിൽ യേശു സൗഖ്യമാക്കി. അനേകം സാക്ഷ്യങ്ങളും അടങ്ങുന്ന DVD നമുക്ക് ലഭ്യമാണ്. 7 മണിക്ക് ശേഷം ഓഫീസിലേക്ക് വിളിക്കാവുന്നതാണ്. DVD ലഭ്യമാണ്. തീർച്ചയായിട്ടും ആയിരക്കണക്കിന് വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ, ഏതെല്ലാം നിലവാരത്തിലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവ് ഉപവാസ പ്രാർത്ഥന ചെയ്തു. എന്തുമാത്രം ജീവിതങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞു, അഭിഷേകത്താൽ നിറഞ്ഞു. യേശു എത്ര നല്ലവൻ.
ഈ ഉദ്യമത്തിൽ, ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ താങ്കൾ കാട്ടുന്ന നല്ല മനസ്സിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നത്. നമുക്കറിയാം, ഹാർവസ്റ്റ് ടെലിവിഷൻ സാറ്റലൈറ്റ് ചാനലാകുമ്പോൾ വളരെ വിശാലമായ ക്രമീകരണങ്ങൾ റെയിൻ കേരളയുടെ സ്റ്റുഡിയോയിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായ വലിയ ഉത്തരവാദിത്തങ്ങളുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഇത്രത്തോളം നിന്ന് പ്രിയപ്പെട്ടവർ തുടർന്ന് നിൽക്കുവാൻ ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് സഹോദരങ്ങളുമായി സംസാരിക്കാവുന്നതാണ്. പങ്കാളികളാകാവുന്ന എല്ലാ വഴികളും അവിടെ നിന്ന് വ്യക്തമാക്കി തരും. മകൾ സൂസന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പകൽ. ഹാപ്പി ബർത്ത്ഡേ സൂസൻ. ഈ 1 മണിക്കൂറിൽ പ്രാർത്ഥിച്ചതിന് ശേഷമുള്ള വിവരങ്ങളായി ഇത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ബർത്ത്ഡേസ് ഉള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു, വിവാഹ ആനിവേഴ്സറി ഉള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിന്റെ മേല് അവരുടെ മേല് അങ്ങയുടെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കും. സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവിന്റെ കരം അവരോടുകൂടെ ഇരുന്ന് ദീർഘായുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകി യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാളെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കാണണം. ദൈവസന്നിധിയിൽ സന്തോഷിക്കണം. നമ്മുടെ പ്രവൃത്തി മേഖലകൾ, നമ്മുടെ ജോലി മണ്ഡലങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ എല്ലാത്തെയും കർത്താവ് സംരക്ഷിക്കേണ്ടതിന് ഈ പകൽ ഒരു അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും പകലാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാവരും ചേർന്ന് 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രൈം കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്വസ്ഥതയുള്ള ജീവിതം, ദൈവിക സമൃദ്ധിയുള്ള ജീവിതം, യേശുവിന്റെ സമൃദ്ധമായ ജീവിതം ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. അവരുടെ യാത്രകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്കൂളുകളിൽ അവരെ പരിപാലിക്കും. അധ്യാപകരെ അനുഗ്രഹിക്കുന്നു, ഗവൺമെന്റ് ജോലി ജീവനക്കാരെ അനുഗ്രഹിക്കുന്നു, സ്വകാര്യ ജീവനക്കാരെ അനുഗ്രഹിക്കുന്നു, ബിസിനസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു, കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കുന്നു. വാഹനങ്ങളിൽ അവിടുത്തെ സംരക്ഷണം, എല്ലായിടത്തും അങ്ങയുടെ നിയന്ത്രണം പകർന്നാണ്. ഞങ്ങളുടെ രാജ്യത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കേരളത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവിക നിയന്ത്രണം എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുനാമ യേശു 2 കരങ്ങളും അടിച്ച് ചേർന്ന് യേശുനാം യേശുനാമ യേശുനാം കീജേ യേശുനാം 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 കീജേ യേശുനാം 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 യേശുനാമം 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 ഉയർന്നത്